എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും അതുപോലെ തന്നെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ് ആണ്. അതായത് മെറ്റൽ സർഫസിനകത്ത് നിന്നും നമുക്ക് എങ്ങനെയൊക്കെ ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എജക്റ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ആണുള്ളത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണുകളെ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഒന്നാമത്തെയാണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. എന്താ ഫീൽഡ് എമിഷൻ നോക്കിയേ. In this method, a strong electric field of the order of 10⁸ volt per meter is applied at the metal surface, which pulls the electrons from the metal surface. അല്ലേ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് മെറ്റൽ സർഫസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏതോട്ടാണ് വരുന്നത്, 10⁸ വോൾട്ട് പെർ മീറ്റർ. 10⁸ വോൾട്ട് പെർ മീറ്റർ അത്രയും വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം, മെറ്റൽ സർഫസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വിച്ച് പുൾസ് ദി ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ്. അത് എന്ത് ചെയ്യുന്നു, മെറ്റൽ സർഫസിനകത്ത് നിന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഒരു ഹൈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മെറ്റൽ സർഫസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വോൾട്ടേജിൻ്റെ എന്താണ് ഇഫക്റ്റ് കാരണം ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടുന്നു, മെറ്റൽ സർഫസിനകത്ത് നിന്നും പുറത്തേക്ക് എജക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു മെത്തേഡ് വിളിക്കുന്നവരാണ് എന്ത് വിളിക്കുക, നമ്മൾ ഫീൽഡ് എമിഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എന്ത് വിളിക്കുക, കോൾഡ് കാഥോഡ് എമിഷൻ എന്ന് വിളിക്കുക. എന്ത് വിളിക്കും, കോൾഡ് കാഥോഡ് എമിഷൻ എന്ന് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പോൾ 10⁸ വോൾട്ട് പെർ മീറ്ററിന് അപ്ലൈ ചെയ്യുന്ന ഓർത്തിരിക്കുക. അതെന്ത് ചെയ്യുന്നു, ഈ വോൾട്ടേജിൻ്റെ ഇഫക്റ്റ് കാരണം ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുകയാണ് ഫീൽഡ് എമിഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് രണ്ടാമത്തെ മെത്തേഡിലേക്കാണ്. ആ മെത്തേഡാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന മെയിൻ ടോപ്പിക്കും എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷനാണ്. എന്താ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ഇതിനകത്ത് രണ്ട് വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോയും ഇലക്ട്രിക്കും. ഫോട്ടോ മീൻസ് ലൈറ്റ്, ഇലക്ട്രിക് മീൻസ് ഇലക്ട്രോൺ. അല്ലെങ്കിൽ അതായത് എന്ത് ചെയ്തു, ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് എന്ത് വിളിക്കുക, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് വിളിക്കുക. ഇൻ ദിസ് മെത്തേഡ് വെൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദി മെറ്റൽ സർഫസ്, ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദി മെറ്റൽ. അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ, അല്ലെങ്കിൽ അത്ര പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഓരോ മെറ്റലിനും ഓരോ ഫ്രീക്വൻസി അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാം. അപ്പം ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ എന്ത് ചെയ്യുകയാണെങ്കിൽ മെറ്റൽ സർഫസിലേക്ക് വീഴുകയാണെങ്കിൽ ആ സമയത്ത് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ടെക്നിക്കിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, സോ രണ്ട് രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുക. ഏതൊക്കെയാണത്, ഫീൽഡ് എമിഷനും ഫോട്ടോ ഇലക്ട്രിക് എമിഷനും. ഫീൽഡ് എമിഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണെങ്കിൽ സിമ്പിളി നമ്മൾ എന്താണ്, ഫോട്ടോൺസ് അല്ലെങ്കിൽ എന്ന് അപ്ലൈ ചെയ്യുന്നു, ഈ പറഞ്ഞ ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്പീരിയൻസ് റിസൾട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ എന്താ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, എന്താ എഴുതിയിരിക്കുന്നത്, വെൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഓഫ് എന്താണ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഫോൾസ് ഓൺ ദി സർഫസ് ഓഫ് സെർട്ടൻ മെറ്റൽസ്, ചില മെറ്റൽസിൻ്റെ സർഫസുകളിൽ എന്ത് ചെയ്യുന്നു, വന്ന് പതിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ചില മെറ്റൽ സർഫസുകളിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസികൾ, അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് വന്ന് വീഴുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺസ് ആ സർഫസിൽ പുറത്തേക്ക് എന്ത് ചെയ്യപ്പെടുന്നു, എമിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് എന്ത് വിളിക്കാം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കാം. സിമ്പിളി ഇതാണ് എന്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ഏത് റേഡിയേഷൻ വീണാലും പോലെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയേക്കാളും കൂടിയ ഫ്രീക്വൻസിയിൽ റേഡിയേഷൻസ് വന്ന് വീഴുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മെറ്റൽ സർഫസുകളിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിച്ചത് ആരാ, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറിച്ച് ഹെർട്സ് ഇൻ 1887. 1887 ഹെൻറിച്ച് ഹെർട്സ് ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തതായിട്ട് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്ന ആർക്കാണ്, ഹെൻറിച്ച് ഹെർട്സിനാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും എങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്തതെന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്.
ഓക്കെ, എന്താ ഉള്ളത്? ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നിയമങ്ങൾ കാണാൻ സാധിക്കുക എന്നുള്ളത്. അതായത് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൾറെഡി എന്ത് ചെയ്തു, ഹെൻറിച്ച് ഹെയ്റ്റ്സ് എന്ത് ചെയ്തു, ഒബ്സർവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം, അതുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ പരീക്ഷണങ്ങൾ എന്ത് ചെയ്തു നോക്കി. കുറേ എക്സ്പീരിയൻസ് അയാൾ എന്ത് ചെയ്തു, ക്യാരി ഔട്ട് ചെയ്തു. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ചേർന്ന് എന്ത് ചെയ്തു, ക്യാരി ഔട്ട് ചെയ്തു. അങ്ങനെ ക്യാരി ഔട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് താഴെ പറയുന്ന 4 നിയമങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റുമായിട്ട്, അല്ലെങ്കിൽ 4 കൺക്ലൂഷൻസ് നമുക്ക് ഈ എക്സ്പീരിയൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അതാണ് നമ്മൾ പറയുന്നത് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഓരോ നിയമങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത് നോക്കിയേ, ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ്. എന്താണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ്? Number of photo electrons emitted is directly proportional to the intensity of incident radiation. എന്താണ്? To the intensity of incident radiation. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒരു മെറ്റൽ സർഫസിലോട്ട് എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ റേഡിയേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. ആ സമയത്ത് കുറേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടും, മെറ്റലിനകത്ത് നിന്നും എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ് കൊടുത്ത സമയത്ത് മെറ്റൽ സർഫസിനകത്ത് നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോണുകൾ എന്ത് വിളിക്കാം, നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കാൻ പറ്റും. ഈ ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടുന്നു, എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യുകയാണ്, കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണെങ്കിൽ സംഭവിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറയുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ ഇൻറ്റൻസിറ്റി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തീവ്രതയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണ നമ്മൾ ലൈറ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത്, ഈ ടോർച്ച് ലൈറ്റൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് 1-2 സ്വിച്ചുകൾ കാണാം. ഒരു സ്വിച്ച് കുത്തുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിയിൽ കാണാൻ പറ്റും. രണ്ടാമത് 1 കുത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എന്താണ്, ബ്രൈറ്റ്നെസ് കൂടി ലൈറ്റ് കാണാൻ പറ്റും. സോ ആ ബ്രൈറ്റ്നെസ് കൂടുകയാണ് ഇൻറ്റൻസിറ്റിയോട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുകയാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. എത്ര ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഒന്നാമത് നിയമം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഫ്രീക്വൻസി ഫിക്സ് ചെയ്യിപ്പിച്ചിട്ട് ഇൻറ്റൻസിറ്റി വേരി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റിയ റിസൾട്ട് അതാണ്. രണ്ടാമത് എന്താ പറയുന്നത്, ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ബട്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്താണ്, ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്ത സമയത്ത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. ആ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പല ഇലക്ട്രോൺസ് പല സ്പീഡിലായിരിക്കും പുറത്തേക്ക് പോവുക. അപ്പോൾ സ്പീഡ് മീൻസ് നമുക്കറിയാം, കൈനറ്റിക് ഇക്വേഷൻ എന്താ, ½ mv² ആണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് കൂടിയ ആൾക്കാർക്കാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും, എനർജി കൂടുതലായിരിക്കും അല്ലേ. വെലോസിറ്റി കൂടുന്ന ആൾക്കാർക്ക് എന്ത് കൂടുതലായിരിക്കും, സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അതായത് വെലോസിറ്റി കൂടിയ ഇലക്ട്രോൺസിന് എന്ത് കൂടുതലാണ്, കൈനറ്റിക് എനർജി കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാണാൻ പറ്റി. അതേ സമയത്ത് ചില ആൾക്കാർക്ക് എന്താണ്, വെലോസിറ്റി കുറവാണെന്ന് കാണാൻ പറ്റി. ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എല്ലാം എനർജി എന്തല്ല, ഒരുപോലെ അല്ല നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി നമ്മൾ ഓരോ സമയത്തും ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കാണാൻ പറ്റും നമുക്ക്, നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി കൂട്ടുന്ന സമയത്ത്, നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി ന്യൂ ആണെന്ന് വിചാരിക്കുക. ന്യൂ എന്നുള്ള ഫ്രീക്വൻസി നമ്മൾ കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ പറയുന്ന എന്ത് കൂടുകയും ചെയ്യും, കൈനറ്റിക് എനർജി കൂടുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ്, കൈനറ്റിക് എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻറ്റൻസിറ്റി എന്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇജക്ട് ചെയ്യുന്ന എണ്ണം മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രീക്വൻസി വെച്ചുകൊണ്ട് ഫോട്ടോ ഇലക്ട്രോൺസ് എമിഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു എനർജി ഉണ്ട്, ആ എനർജി മാറുന്നില്ല, എണ്ണം കൂടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എണ്ണം കൂടുന്ന, അതായത് ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ കൈനറ്റിക് എനർജിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല, പകരം എണ്ണം കൂടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫ്രീക്വൻസി ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഫിക്സ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു, എണ്ണമല്ല ഇലക്ട്രോണുകളുടെ വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആര് മാത്രമാണ്, ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ മാത്രമാണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ റൂൾ എന്താ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡസ് നോട്ട് ഒക്കർ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് എന്താണ് ബിലോ എ സർട്ടൈൻ മിനിമം വാല്യൂ. ഒരു സർട്ടൈൻ മിനിമം വാല്യൂവേക്കാളും ചെറുതാണ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല. ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ദ ഇൻസിഡന്റ് റേഡിയേഷൻ ടു പ്രൊഡ്യൂസ് ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് കാൾഡ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സപ്പോസ് നമ്മളൊരു മെറ്റൽ പീസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മെറ്റൽ പീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രീക്വൻസി 0 ഹെഡ്സ് മുതലുള്ള ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻസ് അയച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 0 കൊടുത്തു, ദെൻ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. നമ്മൾ എക്സാമ്പിളായിട്ട് പറയാം, 4 കൊടുത്തു, 5 കൊടുത്തു, 6 കൊടുത്ത സമയത്ത് എന്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെട്ടു? എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, 6 കഴിഞ്ഞിട്ട് 7, 8, 9 അല്ലെ 6.1 അങ്ങനെ ഏത് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാലും 6 കഴിഞ്ഞിട്ട് ഏതൊക്കെ ഫ്രീക്വൻസി ഉണ്ടോ അത് ഏത് ഫ്രീക്വൻസി കൊടുത്താൽ എന്ത് സംഭവിക്കുക കാണാൻ പറ്റും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ 6-നേക്കാളും കുറഞ്ഞത് 5.9 ഇത്രയുള്ള ഫ്രീക്വൻസി കൊടുത്തെന്ന് വിചാരിക്കുക. ഈ ഫ്രീക്വൻസി കൊടുത്തിട്ട് നമ്മൾ എത്ര ഇൻറ്റൻസിറ്റി കൂട്ടിയാലും എന്ത് സംഭവിക്കില്ല? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കില്ല. ഓക്കെ, അതായത് നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഇത്തരത്തിൽ ഒരു മെറ്റൽ സർഫസിനകത്ത് നിന്നും നമുക്ക് ഇലക്ട്രോണിനെ എജക്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർട്ടൈൻ മിനിമം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ കൊടുത്തേ പറ്റൂ. ഒരു ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള ഒരു റേഡിയേഷൻ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ? ഇലക്ട്രോണുകളെ ആ ഒരു സർഫസിനകത്ത് നിന്നും എജക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഫ്രീക്വൻസിയേക്കാളും കുറഞ്ഞ റേഡിയേഷൻ കൊടുക്കുകയാണ്. എത്ര ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രോണിൻ്റെ എമിഷനിലേക്ക് നയിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല? ഒരു പർട്ടിക്കുലർ മിനിമം വാല്യൂ ഫ്രീക്വൻസിയേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസികൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്തൊന്നും നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കാണാൻ സാധിക്കില്ല. പക്ഷേ അതായത് ഓരോ മെറ്റലിനും ഒരു സെർട്ടൈൻ മിനിമം വാല്യൂ ഫ്രീക്വൻസി ഉണ്ട്. ആ മിനിമം വാല്യൂ ഫ്രീക്വൻസിയേക്കാളും കൂടിയ ഫ്രീക്വൻസിയോ അതിനേക്കാളും കൂടിയ ഫ്രീക്വൻസിയോ കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്താ കാണാൻ സാധിക്കത്തുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അതിന് നമുക്ക് എന്ത് വിളിക്കാം? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി ν0 എന്ന് വിളിക്കാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമുക്ക് ν0 എന്ന ലെറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ സൂചിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ മെറ്റലിലും ഇതേപോലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ളതായിട്ട് കാണാൻ പറ്റും. ആ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആ ഫ്രീക്വൻസിയേക്കാളും കൂടിയ റേഡിയേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കത്തുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാ മെറ്റലിലും ഓരോ വാല്യൂ ഓഫ് എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കാണാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൻ. വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് മീൻസ് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നത്. അതായത് ഇലക്ട്രോൺ ഈ പറഞ്ഞ മെറ്റൽ സർഫസിലേക്ക് ഏത് സെക്കൻഡിലാണോ അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണോ ഈ പറഞ്ഞ മെറ്റൽ പീസിലേക്ക് ഈ റേഡിയേഷൻ വന്ന് പതിക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് എന്തുണ്ടാകുന്നില്ല? ടൈം ലാഗ് ഉണ്ടാകുന്നില്ല. ദർ ഈസ് നോ ടൈം ലാഗ് അല്ലേ? ഇലക്ട്രോണിൻ്റെ എന്താണ് ഈ പറഞ്ഞ റേഡിയേഷൻ്റെ സ്ട്രൈക്കിലും അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എമിഷനും ഇടയ്ക്ക് ഒരു ടൈം ലാഗൊന്നുമില്ല. ഏത് ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണോ ഈ പറഞ്ഞ റേഡിയേഷൻ വന്ന് മെറ്റലിലേക്ക് പതിക്കുക അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുക ആ ഒരു പോയിന്റ് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രോണുകൾ ആ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെറ്റലിനകത്ത് നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഇഫക്റ്റുകൾ, റിസൾട്ടുകൾ നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഏതൊക്കെയാണത്? ഒരു ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇന്റൻസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. രണ്ടാമത് എന്തായിരുന്നു? ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഇന്റൻസിറ്റി കൂട്ടിയാൽ അത് എന്ത് ചെയ്യുന്നില്ല? ഈ ഫോട്ടോണിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? അപ്പം കൈനറ്റിക് എനർജി അഫക്റ്റ് ചെയ്യുന്ന ഒറ്റ ഫാക്ടറേ ഉള്ളൂ. ആരാണ്? ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അടുത്ത എന്താ പറഞ്ഞത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എപ്പോഴും നമുക്ക് എല്ലാ ഫ്രീക്വൻസിയിലും ഒക്കർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു പീസ് ഓഫ് മെറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റലിൽ ഒരു സെർട്ടൻ മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയേക്കാളും ഫ്രീക്വൻസി കൂടിയ അല്ലെങ്കിൽ ഫ്രീക്വൻസിയേക്കാളും കൂടിയ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കത്തുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒരു ഇൻസ്റ്റന്റേനിയസ് ഫിനോമിനൻ ആണ്. റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നതിനും അതുപോലെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതിനും ഇടയ്ക്കൊരു ടൈം ലാഗ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇവിടെ കാണാൻ സാധിക്കില്ല. ഇനി
നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഫോട്ടോളിറ്റിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഫോട്ടോളിറ്റിക് ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ റിസൾട്ടുകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ റിസൾട്ടുകളെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഒരു സയൻറ്റിഫിക് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കണം. അത് ചെയ്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയ കാര്യങ്ങളിൽ ഒരു കാര്യം ഫോട്ടോളിറ്റിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിനായിരുന്നു ഓർത്തിരിക്കുക. ഇനി ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻഡ് ഫോട്ടോളിറ്റിക് ഇഫക്റ്റ് ബേസ്ഡ് ഓൺ ക്വാണ്ടം തിയറി. ക്വാണ്ടം തിയറി എന്ന് പറയുന്ന തിയറി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. According to quantum theory, light contains photons having energy hν. ലൈറ്റിനകത്ത് എന്തുണ്ട്? ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോണുകളുടെ ഒരു കൂട്ടമാണ്. കണികകൾ, ഫോട്ടോൺസ് എന്ന് പറയുന്ന ചില കണികകളുടെ കൂട്ടമാണ് ലൈറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ലൈറ്റ് എന്തോന്നാണ്? ലൈറ്റ് ബേസിക്കലി റേഡിയേഷൻ അല്ല, പകരം എന്താണ്? ലൈറ്റ് കുറേ റേഡിയേഷൻ അല്ല എന്നല്ല, റേഡിയേഷൻ ആണ്. പക്ഷേ അതേ സമയത്തും ലൈറ്റ് എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ കുറേ ഫോട്ടോണുകളുടെ ഒരു ഗ്രൂപ്പാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ലൈറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ലൈറ്റിനകത്ത് എന്താ ബേസിക്കലി ഉള്ളത്? ലൈറ്റിനകത്തുള്ളത് ഫോട്ടോണുകളുടെ ഒരു ഗ്രൂപ്പാണുള്ളത്. ഓക്കെ, ഈ ഫോട്ടോണുകളുടെ പ്രത്യേകത എന്താ? ഫോട്ടോൺസിന് ഈ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെന്ന് വിചാരിക്കുക. ഈ ഫോട്ടോൺസ് അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റിന് നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിനകത്തുള്ള ഫോട്ടോണിൻ്റെ എനർജി എത്രയായിരിക്കും? hν ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ hν ഉള്ള പാർട്ടിക്കിൾസ് ആയിട്ടാണ് ആര് ബിഹേവ് ചെയ്യുന്നത്? ലൈറ്റ് ബിഹേവ് ചെയ്യുന്നത്. ലൈറ്റ് എന്തായിട്ടല്ല ഇവിടെ ബിഹേവ് ചെയ്യുന്നത്? ഈ ഒരു കണ്ടീഷനിൽ ലൈറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്തായിട്ടാണ്? പാർട്ടിക്കിൾസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് മീൻസ് ഇലക്ട്രോൺസ് പോലെയുള്ള അല്ലെങ്കിൽ പ്രോട്ടോൺസ് പോലെയുള്ള ചെറിയ കണികളായിട്ട് എന്ത് ചെയ്യുന്നു? ബിഹേവ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ആ കണികൾ നമുക്ക് എന്ത് വിളിക്കാം? ഫോട്ടോൺസ് എന്ന് വിളിക്കാൻ സാധിക്കും. കണികൾ എന്ത് വിളിക്കുന്നു? നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നു. ഈ ഫോട്ടോൺസിൻ്റെ എനർജി എത്രയായിരിക്കും? hν ആയിരിക്കും. ഇത്തരത്തിൽ hν എനർജിയുള്ള എന്ത് ചെയ്യുന്നു? ഈ ഫോട്ടോണുകൾ മെറ്റൽ സർഫസിലേക്ക് പതിക്കുകയാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടുന്നു? എമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ കൊടുക്കുന്ന എനർജി ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ മെറ്റൽ സർഫസിലോട്ട് ഈ എനർജി നമ്മൾ hν എന്നുള്ള എനർജിയുള്ള റേഡിയേഷൻ പതിക്കുമ്പോഴത്തേക്കും ആ റേഡിയേഷൻ എന്താ ചെയ്യുന്നത്? റേഡിയേഷൻ തൻ്റെ കയ്യിലുള്ള എനർജി ഈ മെറ്റൽ സർഫസിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ മെറ്റൽ സർഫസ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ എനർജിയെ സ്വീകരിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം എന്താ? ഈസ് യൂസ്ഡ് ആസ് ദി വർക്ക് ഫംഗ്ഷൻ ആയിട്ട് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. എന്തായിട്ട് യൂസ് ചെയ്യും? വർക്ക് ഫംഗ്ഷൻ. അതായത് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഈ പറയുന്ന മെറ്റൽ സർഫസിനകത്ത് പുറത്തേക്ക് ഇങ്ങനെ എടുക്കും. അതായത് ആൾറെഡി മെറ്റൽ സർഫസിനകത്ത് ഇലക്ട്രോൺസ് ബൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ബോണ്ടിങ്ങിനകത്തായി നിൽക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ ബോണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ഇലക്ട്രോൺ ആദ്യം എന്ത് ചെയ്യും? ആ ബോണ്ട് ഓവർകം ചെയ്തിട്ട് ആ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എനർജി എന്തിനു ഉപയോഗിക്കും? ഈ പറയുന്ന ഇലക്ട്രോണിന് എനർജി കൊടുക്കുന്നതിന്, കൈനറ്റിക് എനർജി കൊടുക്കുന്നതിന് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും? ഒന്നാമത് എന്ത് ചെയ്യും? ഈ hν ഉപയോഗിച്ചുകൊണ്ട് എന്ത് എജക്റ്റ് ചെയ്യിപ്പിക്കും? ഇലക്ട്രോണിനെ എജക്റ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, രണ്ടാമത്തെ എന്ത് കൊടുക്കും? കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കൊടുക്കും. ഇതാണ് ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്തു? അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. എന്താ ചെയ്തത്? അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഈ ലൈറ്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുകയാണ്? പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ആ പാർട്ടിക്കിൾ എന്ത് പേര് കൊടുത്തു? ഫോട്ടോൺസ് എന്ന് പേര് കൊടുത്തു. ഈ ഫോട്ടോൺ എത്ര എനർജി ഉണ്ട്? hν എനർജി ഉണ്ട്. ആ എനർജി സർഫസ് വന്ന് പതിക്കുന്ന സമയത്ത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കുറച്ച് എമൗണ്ട് ഓഫ് പാർട്ട്. ആദ്യത്തെ പാർട്ട് എന്തിനു ഉപയോഗിക്കുന്നു? ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഫ്രാക്ഷൻ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ പറയുന്ന ഇലക്ട്രോണുകൾ ഈ മെറ്റൽ സർഫസിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നത് എല്ലാ മെറ്റൽസും ഒരു ഫോഴ്സിലായിരിക്കില്ല ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ചില മെറ്റലുകളിൽ എങ്ങനെയായിരിക്കും? അത് വളരെ ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും. കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അതേ സമയത്ത് ചില മെറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില മെറ്റലുകളിൽ വർക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ചില മെറ്റൽ എന്തായിരിക്കും? വർക്ക് ഫംഗ്ഷൻ കുറവും ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ എമൗണ്ട് എന്തിനു ഉപയോഗിച്ചു? ഈ വർക്ക് ഫംഗ്ഷൻ എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എമൗണ്ട് എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ആര് ഉപയോഗിച്ചു? ഈ പറഞ്ഞ മെറ്റൽ സർഫസ് ഉപയോഗിക്കുന്നു. ബാക്കി എന്തിനു ഉപയോഗിക്കുന്നു? പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിന് എന്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു? കൈനറ്റിക് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷനാണ് എന്ത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, എഴുതിയിരിക്കുന്നത് ഫോട്ടോണിൻ്റെ എനർജി സീക്വൽ എന്താണ്? വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ മീൻസ് എന്താണ്? ഇലക്ട്രോണിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള എനർജി പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോണിൻ്റെ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. സോ ഈ ഒരു ഇക്വേഷനാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. hν = hν0 + ke max. ഓക്കെ, hν എന്താണ്? ഫോട്ടോണിൻ്റെ എനർജി. hν0 എന്താണ്?
വർക്ക് ഫംഗ്ഷൻ. KE max എന്താണ്? ഇജക്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ ഏറ്റവും മാക്സിമം എന്താണ് കൈനറ്റിക് എനർജി. നമ്മൾ എല്ലാ ഇലക്ട്രോണിൻ്റെ പല എനർജിയുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും പുറത്തേക്ക് വരിക. ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസ് സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളിൽ ഏറ്റവും കൈനറ്റിക് എനർജി കൂടിയ ആളിനെ ചൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ എനർജിയാണ് നമ്മളിവിടെ ഇക്വേഷനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓർത്തിരിക്കുക. H0 പ്ലസ് KE max എന്ന് എഴുതാൻ പറ്റും. വേറെ H0 is called എന്ത്? വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ആൻഡ് എന്താ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ എന്താ വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ ഈസ് ദി മിനിമം എനർജി റിക്വയർഡ് ടു എജക്ട് ഇലക്ട്രോൺ ഫ്രം എ മറ്റേ സർഫസ് വെൻ ഇറ്റ് ഈസ് കാൾഡ് എന്താണ്? വർക്ക് ഫംഗ്ഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോണിനെ ഒരു സർഫസിനകത്ത് നിന്ന് എജക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും മിനിമം എനർജി നമുക്ക് എന്ത് വിളിക്കാം? അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എക്സ്പീരിയൻസ് സെറ്റപ്പാണ്. അതായത് ഈ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഫോട്ടോണിക് ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് സെറ്റപ്പ് ഒരു എക്സ്പീരിയൻസ് സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുപിടിക്കുന്നുണ്ട്. സോ അത് ഒന്ന് നമുക്ക് പഠിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ടുകളെല്ലാം തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഓർത്തിരിക്കുക. നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് കിട്ടുന്നൊരു ഫസ്റ്റ് നമ്മുടെ റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ട ലോ എന്തായിരുന്നു? ഈ പറഞ്ഞ പുറത്തെത്തുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനനുസരിച്ച് കൂടുന്നു? ഇൻറ്റൻസിറ്റി അനുസരിച്ച് കൂടുന്നതാണ് പറയുന്നത്. അതിൻ്റെ കാര്യമൊക്കെ നമ്മളിനി പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, ഫ്രീക്വൻസി Hν എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, KE max ഇവിടെയുണ്ട്. ന്യൂ എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു KE max നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇത് ഒരു ഇവിടുന്ന് കിട്ടുന്ന റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇനി നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ അതായത് നമ്മൾ ഈ എക്സ്പീരിയൻസ് സെറ്റപ്പായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്താണ് ഒബ്സർവേഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 റൂളുകൾ അല്ലെങ്കിൽ 4 ലോസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും.